മൊസൈക്ക് ഇന്ത്യ. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർമ്മിതിയുടെ ഉയരത്തിലും സവിശേഷതയിലും അമേരിക്കൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിങ്ങനെ 8 ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നേടിയിട്ടുള്ള തിരുവനന്തപുരത്തിനടുത്ത് നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ എന്ന ഗ്രാമത്തിലെ ഒരു അത്യപൂർവ ശിവലിംഗ നിർമ്മിതിയെയാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. (111.2 ഉയരവും 111 അടി ചുറ്റളവുമായി വാനോളം പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്നൊരു മഹാശിവലിംഗം. അതിന് തൊട്ടടുത്തായി ഭൂമിയിൽ നിന്ന് 80 അടി ഉയരത്തിൽ ഒരു കൈയിൽ ഗദയും മറ്റേ കൈയിൽ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മരുത്വാമലയുമേന്തി വായുവിൽ പറന്നെത്തി ശിവലിംഗത്തെ വണങ്ങുന്ന രീതിയിലുള്ള ആഞ്ജനേയൻ്റെ മറ്റൊരു ശില്പം. ആഞ്ജനേയ ശില്പത്തെ താങ്ങി നിർത്തുവാനായി ഏതാണ്ട് ചതുരാകൃതിയിൽ മലയുടെ രൂപത്തിലുള്ള മറ്റൊരു നിർമ്മിതിയും ഈ ശിവലിംഗത്തിന് തൊട്ടടുത്തായി തന്നെയുണ്ട്. ഏതാണ്ട് 7 അടി വ്യാസമുള്ള ഉൾവശത്തോടു കൂടിയ ഈ ആഞ്ജനേയ ശില്പം ശിവലിംഗത്തെയും ചതുരാകൃതിയിലുള്ള നിർമ്മിതിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു നല്ല പാസേജായി പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. ഭാരതീയ പൗരാണികതയെ ആധുനിക മാനങ്ങൾ ഉപയോഗിച്ച് സന്ദർശകരെ പരിചയപ്പെടുത്തുന്ന ഈ അപൂർവ നിർമ്മിതിക്ക് നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശിവലിംഗത്തിൻ്റെ ഉൾവശം 8 നിലകളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ പരശുരാമൻ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായി പറയപ്പെടുന്ന 108 ശിവലിംഗങ്ങളുടെ മാതൃകകളും മഹാദേവൻ്റെ 64 ഭാവങ്ങളുടെ ശില്പാവിഷ്കാരങ്ങളും ഏറെ തന്മയത്വത്തോടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിന് ഭൗമചക്രം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവിടെ സന്ദർശകർക്ക് നേരിട്ട് തന്നെ അഭിഷേകം നടത്തുവാൻ കഴിയുന്നൊരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രാജയോഗ ശാസ്ത്രം പറയുന്നതനുസരിച്ചുള്ള മനുഷ്യ ശരീരത്തിലെ 7 ആധാരചക്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിനുള്ളിൽ ഓരോ നിലയും സജ്ജീകരിച്ചിട്ടുള്ളത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ആധാരചക്രങ്ങളുടെ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങുന്ന 6 നിലകൾ കടന്ന് ഓങ്കാരം മുഴങ്ങുന്ന സഹസ്രാര പത്മം കൈലാസ ദർശനമെന്ന അനുഭവമാണ് സന്ദർശകർക്ക് പ്രദാനം ചെയ്യുന്നത്. ഇവിടെ ഹിമമലകൾക്ക് നടുവിൽ എന്ന പോലെ അനുഗ്രഹഹസ്തവുമായിരിക്കുന്ന ശിവപാർവതി വിഗ്രഹങ്ങൾ അതിമനോഹരമായി തന്നെ ഒരുക്കിയിരിക്കുന്നു. ഹിമാലയത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കും വിധം ഇതിൻ്റെ ഉൾഭിത്തി മഞ്ഞുമലകളുടെ ശില്പഭംഗി നിറഞ്ഞതാക്കിയിട്ടുണ്ട്. എയർ കണ്ടീഷണർ ഉപയോഗിച്ച് ഉൾവശം നന്നായി ശീതീകരിച്ചിട്ടുമുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആഞ്ജനേയ ശില്പത്തിനുള്ളിലെ പാസേജിലൂടെ ചതുരാകൃതിയിലുള്ള അടുത്ത നിർമ്മിതിയിലേക്ക് കടക്കുന്നു. അതിനുള്ളിലും ഓരോ നിലകളിലായി അഷ്ടലക്ഷ്മിമാരുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അഷ്ടലക്ഷ്മിമാരെ വണങ്ങി ഏറ്റവും താഴത്തെ നിലയിലെത്തി അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ രൂപം കണ്ടു വണങ്ങി തൊട്ടടുത്തായി ദേവലോകത്തിൻ്റെ മാതൃകയിൽ ക്രമീകരിച്ചിട്ടുള്ള മറ്റൊരു ഹോളിലെത്തി ദർശനം പൂർത്തിയാക്കാം. ഹിമാലയത്തിലെ സപ്തമലകളിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയെ അനുസ്മരിപ്പിക്കും വിധം ഈ നിർമ്മിതികൾക്കുള്ളിൽ ഭിത്തിയോട് ചേർന്ന് റാമ്പ് പോലെ നടപ്പാത ഒരുക്കിയിരിക്കുന്നു. അഗസ്ത്യൻ, കശ്യപൻ, ദുർവാസാവ് തുടങ്ങി മഹർഷീശ്വരന്മാരുടെയും വൃക്ഷശിഖരങ്ങളുടെയും മലകളുടെയും ഒക്കെ ചുമർ ശില്പങ്ങളും ഇതിൻ്റെ ഉൾഭിത്തിക്ക് ചാരുത പകരുന്നു. ശിവലിംഗത്തിനുള്ളിലേക്ക് വായുസഞ്ചാരം സുഗമമാക്കുവാനായി നിർമ്മിതിക്ക് ചുറ്റും ഭിത്തിയിൽ അനേകം ദ്വാരങ്ങളും ഇട്ടിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഈ നിർമ്മിതികൾക്കകത്തും പുറത്തും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. (2012) ആരംഭിച്ച ഈ മഹാശിവലിംഗത്തിൻ്റെ നിർമ്മാണം 7 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് 2019 സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. ഇന്ന് ചെങ്കലിലെ ഈ അപൂർവ മഹാശിവലിംഗം കാണുവാനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വിദേശത്തു നിന്നുമൊക്കെ സന്ദർശകരെത്തുന്നു. കാശി, ഗംഗോത്രി, ബദരീനാഥ്, ഗോമുഖ്, മൺപുര, രാമേശ്വരം, ധനുഷ്കോടി
ഇങ്ങനെ വിവിധ തീർത്ഥഘട്ടങ്ങളിൽ നിന്നുള്ള മണ്ണും തീർത്ഥജലവും ചില പച്ചമരുന്നുകളുമൊക്കെ ചേർത്ത കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് ഈ മഹാശിവലിംഗം നിർമ്മിച്ചിട്ടുള്ളതെന്ന് മഹേശ്വരം ശ്രീ ശിവപാർവതി ടെമ്പിൾ ട്രസ്റ്റിൻ്റെ ആചാര്യൻ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി, കാഞ്ചി കാമകോഠി പീഠം മഠാധിപതി സ്വാമി ജയേന്ദ്ര സരസ്വതിയിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചയാളാണ് സ്വാമി മഹേശ്വരാനന്ദ. 5000-ലേറെ വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും അതിനോട് ചേർന്ന് നിൽക്കുന്ന മഹാശിവലിംഗ നിർമ്മിതിയും സ്വാമി മഹേശ്വരാനന്ദയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. സ്വാമിജി, നമ്മളുടെ ഈ ക്ഷേത്രത്തിന് എത്ര വർഷം പഴക്കമുണ്ടാകും? ഈ ക്ഷേത്രത്തിന് ദേവപ്രശ്നത്തിൻ്റെ ഇതിൽ 5000 വർഷങ്ങൾ പഴക്കമുണ്ടെന്നുള്ളതാണ്. അപ്പം അത് ഇവിടെ കുഴിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ വൻ മരങ്ങളെല്ലാം ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. അതുപോലെ ഭൂമികുലുക്കം മൂലം നാശം സംഭവിച്ചതാണ്. അപ്പോൾ പിന്നെ അതിനുശേഷം അതങ്ങനെ കിടന്നു. പിന്നെ എൻ്റെ ജനനത്തിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആവിർഭാവം. അപ്പോൾ ഞാൻ ഈ 3 വയസ്സുള്ളപ്പോഴേ ഞാൻ ഈ പൂജ നടത്തുമ്പോലെയൊക്കെ കാണിക്കുക എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൊട്ട് ഇങ്ങനെ കുറേശ്ശെ ഡെവലപ്പായി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക്. ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് ഏത് വർഷത്തിലായിരുന്നു? ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പരിപാടികൾ നടന്നത് 2010-ലായിരുന്നു. ഏകദേശം 5000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. 5000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. 2010-ലാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പണിയെടുപ്പിച്ചുകൊണ്ട്. ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകതകൾ എന്താണ്? പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ എങ്ങും ഇല്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ. അതായത് ശിവനും പാർവതിയും ഒരേ പീഠത്തിൽ ഇരുന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന ഒരേ ഒരു അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മാത്രമല്ല, ഈ ക്ഷേത്രത്തിന് അകത്ത് തന്നെ ജ്യോതിർലിംഗ പ്രതിഷ്ഠയുണ്ട്. അതായത് 12 ജ്യോതിർലിംഗ പ്രതിഷ്ഠ. ശിവലിംഗത്തിനകത്ത് 108 ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. അതായത് പരശുരാമ മഹർഷി പണ്ട് ഭാരതത്തിൽ 108 ശിവാലയങ്ങൾ പ്രതിഷ്ഠ നടത്തി. ആ 108 ശിവാലയങ്ങളിലെയും പ്രതിഷ്ഠകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ശിവലിംഗവും പിന്നീടുണ്ടായതാണ്. ഇത്രയും വലിയ ശിവലിംഗം കേരളത്തിലാകെ ഇതാണെന്ന് തോന്നുന്നു. കേരളത്തിലല്ല, ഇതിന് തന്നെ നമുക്ക് 8 വേൾഡ് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് ലോകത്ത് മറ്റൊരിടത്തും ഇതേപോലുള്ള ശിവലിംഗം ഇല്ല. ഇത് തന്നെയാണ് ഏറ്റവും ടാളസ്റ്റ് ശിവലിംഗം. ഇതിന് സൈസ് എങ്ങനെയാണ്? ഇതിന് സൈസ് 111 അടി ഹൈറ്റ്, അതിൻ്റെ ചുറ്റളവ് അതും 111. ശരിയാ. ഒരാൾക്ക് നടന്ന് കയറത്തക്കവണ്ണമുള്ളതാണല്ലേ? എല്ലാവർക്കും സഞ്ചരിക്കാം. കാരണം ഇവിടെ ഈ തറയിൽ നടക്കാൻ പറ്റുന്ന എല്ലാവർക്കും അവിടെയും പോകാം. അതിന് ആ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ചെയ്തത്. സാധാരണ ഇങ്ങനെയൊരു ശിവലിംഗം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ശിവലിംഗത്തിനകത്ത് നമ്മൾ കയറിയിട്ട് അതിനകത്ത് ദർശനം നടത്തുന്നൊരു രീതിയല്ലേ? സ്വാമിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നാനുള്ള? അത് ഭഗവാൻ തോന്നിപ്പിച്ചു ചെയ്തു. ഈ ശിവലിംഗത്തിനകത്ത് നമുക്ക് സ്വയം അഭിഷേകം ചെയ്യാനുള്ളൊരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 6 ചക്രങ്ങളുടെയും, അതായത് മനുഷ്യ ശരീരത്തിനകത്തുള്ള 6 ചക്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏറ്റവും മുകളിൽ പോകുമ്പോൾ ഇത് കൈലാസം കാണാം. കൈലാസത്തിൽ നിന്ന് നേരെ ഹനുമാൻജിയുടെ അകത്തൂടെ ഇറങ്ങി അഷ്ടലക്ഷ്മികളെയും തൊഴുത് അനന്തശയനം കാണാം. അനന്തശയനം കണ്ടതിന് ശേഷം പിന്നെ ദേവലോകം കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാവന എങ്ങനെയാണ് ഉണ്ടായത്? ഭാവന തോന്നിപ്പിച്ച് ചെയ്തു. പക്ഷേ ഇത് നമ്മൾ ലോകത്തിലെവിടെ പോയാലും കാണാൻ പറ്റത്തില്ല ഇതേപോലൊരു സംഭവം. അതിനകത്ത് കയറിയാലേ മനസ്സിലാവും. സ്വാമിജിയുടെ വിഷനിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ വേറെ ഒരു ആർക്കിടെക്റ്റ് ആരുമില്ല. നമുക്ക് ഇതിന് നിർദ്ദേശം തരാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഉള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ മാത്രം. അല്ലാതെ വേറെ ആരും ഇങ്ങനെ ഒരു നിർദ്ദേശം തന്ന് ചെയ്തതല്ല. എത്ര വർഷം എടുത്തു ഇത് തീർക്കാൻ? ഈ ശിവലിംഗം തീർക്കാൻ വേണ്ടിയിട്ട് 10, അതായത് എല്ലാം കൂടെ ഇതിനൊരു 7-8 വർഷത്തോളമുള്ള. കോൺക്രീറ്റ് ആണല്ലേ? കോൺക്രീറ്റ് മാത്രമല്ല, ഇതിനകത്ത് പല മെറ്റീരിയൽസ് ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് മരുന്നുകളുടെ
റൂട്ട്. പിന്നെ ഈ പ്രധാന പാറകൾ, സപ്ത നദികൾ, സപ്ത പർവ്വതങ്ങൾ, അവിടെയുള്ള മണ്ണ്, പാറ കഷ്ണങ്ങൾ, പിന്നെ ഇതിനകത്തുള്ള ഒരുപാട്, അതായത് ഒരുപാട് ദ്രവ്യങ്ങൾ ചേർത്ത് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഹനുമാൻജിയുടെ സങ്കല്പം എന്താണ് ഇവിടെ? ഹനുമാൻജിയുടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൈലാസത്തിൽ നിന്ന് നേരെ കണ്ട് യുദ്ധസമയത്ത് ഹനുമാൻജിയാണല്ലോ കൈലാസത്ത് പോയി മരുന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അതേപോലെ ഹനുമാൻ മരുന്നും കൊണ്ടുവരുന്ന ഒരു സീനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് ശിവൻ്റെ പുത്രനാണ് ഹനുമാൻജി, പാർവതിയുടെ. എല്ലാവരെയും കൂട്ടിയിണക്കി ഒരു പോലെ കാണുന്ന ഒരു വ്യക്തി പ്രഭാവമാണ് ഹനുമാൻജിക്കുള്ളത്. അതുകൊണ്ടാണ് ഈ ശിവലിംഗത്തിൽ നിന്ന് വൈകുണ്ഠത്തിലേക്ക് ഇറങ്ങേണ്ട വഴി അങ്ങനെ ഒന്ന് തിരഞ്ഞെടുത്തു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കയറിയിട്ട് വരുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവും. ലോകത്തിൽ മറ്റൊരിടത്തും ഇതുപോലൊരു ശിവപാർവതി സങ്കല്പത്തിലുള്ള ക്ഷേത്രവും ഈ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു മഹാശിവലിംഗവും നമുക്ക് കാണാനാവില്ലെന്ന് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി. ചെങ്കൽ എന്ന കൊച്ചു ഗ്രാമത്തിലെ മഹാശിവലിംഗത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Magniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.